അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വംശജർ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് സോഹ്റാൻ മംദാനി വിജയം നേടിയ അതേ ദിവസം മറ്റൊരു ഇന്ത്യൻ വംശജൻ കൂടി ചരിത്രം കുറിച്ചു. ഗസാല ഹാഷ്മി. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഈ നേതാവ് വിർജീനിയയുടെ ലഫ്റ്റനന്റ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വംശജയും മുസ്ലിം വനിതയുമാണ് എന്ന ബഹുമതിക്ക് അർഹയായി. ഈ വിജയം കേവലം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ മുന്നേറ്റം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സമൂഹത്തിന്റെ മാറുന്ന മുഖത്തിന്റെയും കുടിയേറ്റക്കാർക്ക് അവസരങ്ങൾ നൽകുന്ന രാജ്യത്തിന്റെ നിലപാടിന്റെയും പ്രതിഫലനം കൂടിയാണ്. ഹൈദരാബാദിൽ 1964 ജൂലൈ 5 ഗസാല ഹാഷ്മിയുടെ ജനനം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രൊഫസറുമായിരുന്ന പിതാവ് സിയ ഹാഷ്മി, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മാതാവ് തൻവീർ ഹാഷ്മി എന്നിവരുടെ പാരമ്പര്യം ഗസാലയുടെ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യത്തിന് അടിത്തറയിട്ടു. 4-ാം വയസ്സിൽ അമ്മയ്ക്കും മൂത്ത സഹോദരനുമൊപ്പം ഗസാല ഇന്ത്യ വിട്ട് അമേരിക്കയിലെ ജോർജിയയിലേക്ക് കുടിയേറി. പിതാവ് അവിടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ PhD പൂർത്തിയാക്കി അധ്യാപന ജീവിതം ആരംഭിക്കുന്ന കാലമായിരുന്നു അത്. ജോർജിയയിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് ഗസാല വളർന്നത്. വർഷങ്ങളോളം അവിടെ ആകെ ഉണ്ടായിരുന്ന ദക്ഷിണേഷ്യൻ കുടുംബം അവരുടേത് മാത്രമായിരുന്നു. ഒരു കുടിയേറ്റ വിദ്യാർത്ഥി എന്ന നിലയിൽ പൊതുവിദ്യാലയങ്ങളിൽ പോലും വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിലെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഗസാലയുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തി. വംശീയതയും സാംസ്കാരികപരവുമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ സംഭാഷണങ്ങളിലൂടെയും മനഃപൂർവമായ ശ്രമങ്ങളിലൂടെയും എങ്ങനെ സമൂഹത്തെ ഒന്നിപ്പിക്കാം എന്ന് അവർ നേരിൽ കണ്ടു. ഈ അനുഭവങ്ങളാണ് പിന്നീട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കരുത്തു പകർന്നത്. വിദ്യാഭ്യാസത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഗസാല ഹൈസ്കൂളിൽ വാലഡിക്ടോറിയനായി ബിരുദം നേടുകയും നിരവധി സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ജോർജിയ സതേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഓണേഴ്സും തുടർന്ന് അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അമേരിക്കൻ സാഹിത്യത്തിൽ PhDയും നേടി. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം വിർജീനിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് റിച്ച്മണ്ടിലും പിന്നീട് റെയ്നോൾഡ്സ് കമ്മ്യൂണിറ്റി കോളേജിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. അധ്യാപന ജീവിതത്തിൽ സംതൃപ്തിയായിരുന്ന ഗസാല ഹാഷ്മിയെ പൊതുസേവനത്തിലേക്ക് വഴിതിരിച്ചത് 2017 ഒരു നിർണായക സംഭവമാണ്. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി ഗസാലയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. താൻ ജീവിതകാലം മുഴുവൻ സ്വന്തം രാജ്യമായി കണ്ട അമേരിക്കയിൽ ഇനിയും തനിക്ക് സ്ഥാനമുണ്ടോ എന്ന ചോദ്യം അവരുടെ മനസ്സിലുയർന്നു. രാജ്യത്തോടുള്ള കൂറ് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഒരു മറുപടി നൽകാൻ അവർ രാഷ്ട്രീയം തെരഞ്ഞെടുത്തു. 2019 വിർജീനിയ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ നിലവിലെ റിപ്പബ്ലിക്കൻ സെനറ്റർ ഗ്ലെൻ സ്റ്റർട്ടോവാൻഡിനെ അട്ടിമറിച്ച് വിജയിച്ചു. ഈ വിജയം സംസ്ഥാന സെനറ്റിൽ ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി. 2024 സെനറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിർണായക പദവി വഹിച്ച ശേഷമാണ് ഗസാല ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. വാഷിംഗ്ടണിലെ കുഴപ്പങ്ങളെയും പ്രവർത്തനരഹിതമായ അസ്വസ്ഥതയും സ്വന്തം സംസ്ഥാനത്തേക്ക് പടരാതെ തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. റിപ്പബ്ലിക്കൻ എതിരാളിയായിരുന്ന ജോൺ റീഡിനെ 55.6% വോട്ടോടെ പരാജയപ്പെടുത്തിയാണ് അവർ വിർജീനിയയുടെ ലഫ്റ്റനന്റ് ഗവർണറായത്. വിർജീനിയയിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് 2 പ്രധാന കടമകളാണുള്ളത്. ഒന്നാമത്തേത്, അവർ സംസ്ഥാന സെനറ്റിന്റെ അധ്യക്ഷയായി പ്രവർത്തിക്കുകയും വോട്ടിംഗിൽ തുല്യത വന്നാൽ നിർണായക വോട്ട് രേഖപ്പെടുത്തി കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് നേരിട്ട് സ്വാധീനം ചെലുത്താൻ അധികാരം നൽകുന്നു. രണ്ടാമതായി, ഗവർണർ സ്ഥാനത്ത് ഏതെങ്കിലും കാരണവശാൽ ഒഴിവ് വന്നാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ അവർ പൂർണ്ണമായും സജ്ജരായിരിക്കണം. ഈ 2 ചുമതലകളും ഗസാല ഹാഷ്മിയെ വിർജീനിയയുടെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ഒരുപോലെ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തിക്കുന്നു. ഗസാല ഹാഷ്മി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പുതിയ പദവിയിലും 3 സുപ്രധാന വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഒന്നാമതായി, ഗർഭനിരോധന മാർഗങ്ങളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള പ്രത്യുൽപാദന അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ ഉറപ്പു നൽകുന്നു. രണ്ടാമതായി, തോക്ക് നിയന്ത്രണമാണ് അവരുടെ പ്രധാന അജണ്ട. തോക്കുകളുടെ വ്യാപനം തടയാനും അക്രമവും മരണങ്ങളും കുറയ്ക്കാനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച അവർ സാർവത്രിക പശ്ചാത്തല പരിശോധനകൾ, സുരക്ഷിത സംഭരണ നിയമങ്ങൾ, റെഡ് ഫ്ലാഗ് ലോസ് എന്നിവയെ ശക്തമായി പിന്തുണയ്ക്കുകയും അസോൾട്ട് ആയുധങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. മൂന്നാമതായി, ലിംഗ മത ലൈംഗിക മുൻവിധികൾ പോലുള്ള എല്ലാ തരം വിവേചനങ്ങൾക്കെതിരെയും പോരാടുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. പ്രചാരണ സമയത്ത് ഗവർണർ ഗ്ലെൻ യങ്കിൻ ഉൾപ്പെടെയുള്ള ചിലർ അവരുടെ മുസ്ലിം ഐഡന്റിറ്റി ചോദ്യം ചെയ്തപ്പോൾ ഗസാലയുടെ മറുപടി ശക്തമായിരുന്നു. ഗസാല ഹാഷ്മി ഒരു അമേരിക്കൻ പേരാണ്.
ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വിർജീനിയ അദ്ദേഹത്തെ കാണിക്കും. ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വർദ്ധിച്ചുവരുന്ന വർഗീയതയെയും ഇസ്ലാമോഫോബിയയും ചെറുക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നതാണ്. ഗസാല ഹാഷ്മിയുടെ വിജയം ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം സമൂഹങ്ങൾക്ക് ഒരുപോലെ വലിയ പ്രചോദനമാണ്. ന്യൂയോർക്കിൽ സോഹ്റാൻ മംദാനിയുടെ വിജയത്തിനൊപ്പം ഗസാലയുടെ നേട്ടം വംശീയവും സാംസ്കാരികവുമായ വൈവിധ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു കുടിയേറ്റ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് പിന്നീട് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഉന്നത പദവിയിലെത്തിയ ഗസാല ഹാഷ്മി അവസരങ്ങളുടെ ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഈ വിജയത്തിന്റെ ആത്മാംശം ഉൾക്കൊള്ളുന്നു. ഈ രാജ്യത്തും ഈ കോമൺവെൽത്തിലും ലഭ്യമായ അവസരങ്ങളുടെ ആഴവും പരപ്പും കാരണമാണ് ഇത് സാധ്യമായത്. ഗസാല ഹാഷ്മി വിർജീനിയയുടെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല അമേരിക്കൻ സ്വപ്നത്തിന്റെ നിർവചനത്തെ തന്നെ പുനർനിർമ്മിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കും ധീരമായ നിലപാടുകൾക്കും മുന്നിൽ ഇന്ത്യൻ വംശജർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണമുണ്ട്.